ബച്ചോ ആദാബ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗമായ ഗരീബോं का മസീഹ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ പാർട്ട് 1 ലിങ്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചിരുന്നു. നിങ്ങളെല്ലാവരും ആ ക്ലാസ് കണ്ടു കാണും. കാണാത്തവർ നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രശസ്ത ഉറുദു കവിയും നോവൽ റൈറ്ററും ഫിലിം സോങ് റൈറ്ററുമായ നിദാ ഫാസിലി എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയാണ് ഗരീബോं का മസീഹ, പാവങ്ങളുടെ തോഴി. മദർ തെരേസയെക്കുറിച്ച് നിദാ ഫാസിലി എഴുതിയ കവിതയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. निदा फासिली ये नज़म से मदर तेरेसा के बारे में बहुत अच्छी तरह बयान किया है. मदर तेरेसा के बारे में आपको क्या जानते हैं, बताइए. ആരായിരുന്നു മദർ തെരേസ? പറയൂ. ഹാ, मदर तेरेसा गरीबों का मसीहा थी. പാവങ്ങളുടെ അത്താണിയായിരുന്നു, പാവങ്ങളുടെ തോഴിയായിരുന്നു. मदर तेरेसा का असली नाम ആഗ്നസ് थी. മദർ തെരേസയുടെ യഥാർത്ഥ പേര് ആഗ്നസ് എന്നായിരുന്നു. सबसे पहले एक उस्तानी बनकर वो हमारे ഹിന്ദുസ്ഥാൻ में ആയി. ആദ്യമായിട്ട് ഒരു അധ്യാപികയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്നു. കൽക്കത്ത में वो उस्तानी का काम करने के दौरान, കൽക്കത്തയിൽ അധ്യാപക ജീവിതം നയിക്കുന്നതിനിടയിൽ वो ഗരീബ് ലോഗോं के लिए, അവർ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഖാസ്കർ പ്രത്യേകിച്ചും ബീമാർ ലോഗോं की മദദ് और ഖിദ്മത് के लिए, അവശരായ രോഗികളായ അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അവരുടെ ക്ഷേമത്തിന് വേണ്ടി വക്ത് ഗുസാരി थी, സമയം ചെലവഴിച്ചിരുന്നു. ആഖിർ, അവസാനം, ഗരീബ്, ബീമാർ और दर्दमंदों की खिदमत और मदद के लिए, അവസാനം പാവപ്പെട്ട വേദന അനുഭവിക്കുന്ന നിരാലംബരായ ആളുകളുടെ സഹായത്തിനും സേവനത്തിനും വേണ്ടി वो मिशनरी ऑफ चैरिटी नामी एक अंजुमन कायम की, അവർ മിഷണറി ഓഫ് ചാരിറ്റി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. वो अपनी ബക്കിയ ജിന്ദഗി, അവർ തൻ്റെ ബാക്കിയുള്ള ശേഷിക്കുന്ന ജീവിതം ബീമാർ രോഗികൾക്ക് വേണ്ടിയും, സയീഫ് ബലഹീനരായ ആളുകൾക്ക് വേണ്ടിയും, ബേസഹാരെ നിസ്സഹായകരായ ആളുകൾക്ക് വേണ്ടിയും, और दर्दमंदों की ഹിമായത് के लिए, പാവപ്പെട്ട വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ സേവനത്തിന് വേണ്ടി, അത്തരം ആളുകളുടെ സഹായത്തിന് വേണ്ടി വഖഫ് കർദി, തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു, മാറ്റിവെച്ചു. मेरे बच्चों, आप अपनी दरसी किताब खोलिए. आज हमें ए नज़म का मफ़हूम समझने की कोशिश करें. ഇന്ന് നമുക്ക് ഈ പദ്യത്തിൻ്റെ ആശയം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് ഈ കവിതയുടെ 4 സ്റ്റാൻസ ഞാനൊന്ന് വായിക്കാം, നന്നായി ശ്രദ്ധിക്കുക. हर धूप में छाओं सी, हर सिर पे दुआओं सी, रोती हुई आंखों की भाषा को जो पढ़ती थी, इंसान की खातिर जो
भगवान से लड़ती थी, वो प्यासी जमीनों पर उतरी थी घटाओं सी। प्यारे बच्चों देखिए, हर धूप में छाओं सी, हर എല്ലാം മുഴുവൻ, ധൂപ്പ് വെയിൽ, छाओं सी തണൽ പോലെ, ഹർ സിർ പേ, സിർ തല, സിർ പേ സിർ പർ തലയിൽ, ദുആओं സി പ്രാർത്ഥന പോലെ. അതായത് ഹർ ധൂപ്പ് മേ ഛാओं സി, ഓരോ വെയിലിലും ഛാओं സി തണൽ പോലെയായിരുന്നു. അതായത് ശക്തമായ വെയിലിൻ്റെ ചൂടിൽ ഛാओं സി തണൽ ലഭിക്കും പോലെയായിരുന്നു. ഹർ സിർ പേ ദുആओं സി, ഹർ സിർ പേ ഓരോ തലയിലും, അതായത് ഓരോ വ്യക്തിയിലും, ദുആओं സി പ്രാർത്ഥന പോലെയായിരുന്നു. കോൻ? മദർ തെരേസ. അതായത് സഖ്ത് ധൂപ്പ് മേ, കഠിനമായ വെയിലിൽ, ജിസ് തര ഛായ മിൽത്തേ ഹെ, എപ്രകാരമാണോ നമുക്ക് തണൽ ലഭിക്കുന്നത്, ഉസീ തര അപ്രകാരം, ഹർ ഷഖ്സ് പർ ഓരോ വ്യക്തിയിലും, ഉൻകെ ഖിദമാത്ത് അവരുടെ സേവനങ്ങൾ, ദുആ കി തര ഹോത്തി തി പ്രാർത്ഥന പോലെയായിരുന്നു. ശക്തമായ വെയിലിൽ നമുക്ക് തണൽ ലഭിക്കുന്നത് പോലെ കഠിനമായ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അമ്മയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും വളരെ ആശ്വാസം നിറഞ്ഞതായിരുന്നു. देखिए, रोती हुई आंखों की भाषा को जो पढ़ती थी, रोती हुई കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ, ആംഖോं की കണ്ണുകളിലെ, ഭാഷാക്കോ ഭാഷയെ, ജോ ആരാണോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ കണ്ണുകളിലെ ഭാഷ, പഠിത്തി ഥി വായിച്ചിരുന്നു, പഠിച്ചിരുന്നു. കോൻ? മദർ തെരേസ. यानी रोती हुई इंसान की भाषा को पढ़ती थी. കരയുന്ന ആളുകളുടെ വേദനയും കഷ്ടപ്പാടും അവരുടെ മുഖം നോക്കി മനസ്സിലാക്കിയിരുന്നു മദർ തെരേസ. പാവപ്പെട്ട നിരാലംബരായ ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തിരുന്നു മദർ തെരേസ. अगला शेर देखिए, इंसान की खातिर जो भगवान से लड़ती थी. इंसान മനുഷ്യർ, ഖാത്തിർ വേണ്ടി, ജോ ആരാണോ, ഭഗവാൻ സെ ദൈവത്തോട്, ഖുദാസെ അള്ളാഹുവിനോട്, ലഡ്തി ഥി കലഹിച്ചിരുന്നു. ഇൻസാൻ കി ഖാത്തിർ ജോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ഭഗവാൻ സെ ലഡ്തി ഥി സൃഷ്ടാവിനോട് കലഹിച്ചിരുന്നു. കോൻ? മദർ തെരേസ. इंसान की खातिर खुदा से सदा दुआ करती थी. इंसान की भलाई के लिए वो हमेशा खुदा से दुआ करती थी. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവർ സൃഷ്ടാവിനോട് എപ്പോഴും ദുആ ചെയ്തിരുന്നു. अगला शेर देखिए, वो प्यासी जमीनों पर उतरी थी गठाओं सी. क्या है प्यासी जमीन? ദാഹിച്ച് വലഞ്ഞ വരണ്ട ഭൂമി. വോ അവർ, ആരാണ്? മദർ തെരേസ. പ്യാസി ജമീനോം പർ ദാഹിച്ച് വലഞ്ഞ ഭൂമിയിൽ, ഉത്തരീത്തി ഇറങ്ങിയിരുന്നു അല്ലെങ്കിൽ വർഷിച്ചിരുന്നു, ഘടാओं സി, ഘട ബാദൽ കാർമേഘം, കാർമേഘത്തെ പോലെ. वो प्यासी जमीनों पर उतरी थी घटाओं सी. ദാഹിച്ചു വലഞ്ഞ ഭൂമിയിൽ
എപ്രകാരമാണോ മഴ വർഷിക്കുന്നത്, കാർമേഘം വർഷിക്കുന്നത്, അതുപോലെ ആ അമ്മയുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും പാവപ്പെട്ട ആളുകൾക്ക് വളരെ ആശ്വാസകരമായിരുന്നു. बच्चों अगला शेर देखिए। बीमारों के बिस्तर पर सोता था खुदा उसका। बीमार രോഗികൾ, ബീമാറോം കെ രോഗികളുടെ ബിസ്തർ പർ, ബിസ്തർ വിരിപ്പ്, ബിസ്തർ പർ വിരിപ്പിൽ, സോതാത്ത ഉറങ്ങിയിരുന്നു, സോന ഉറങ്ങുക, സോതാത്ത ഉറങ്ങിയിരുന്നു, ഖുദാ ഉസ്ക, ഖുദാ ദൈവം, സൃഷ്ടാവ്, ഉസ്ക അവൻ്റെ, അതിൻ്റെ, അവരുടെ എന്നൊക്കെയാണ് അർത്ഥം. बीमारों के बिस्तर पर सोता था खुदा उसका। बीमारों के लिए, बीमार लोगों के लिए अच्छी तरह मदद करती थी। कौन? मदर तेरेसा। बीमारों के लिए രോഗികൾക്ക് വേണ്ടി അച്ചി തര നല്ല പോലെ മദത് കർത്തി തി സഹായങ്ങൾ നൽകിയിരുന്നു. അതായത് രോഗികളായ പാവപ്പെട്ട ആളുകളുടെ അരികിൽ അവരുടെ ദൈവത്തെപ്പോലെ എപ്പോഴും മദർ തെരേസയുടെ സേവനം ഉണ്ടായിരുന്നു. ബച്ചോ അഗല शेर देखिए। लाचारों के चेहरों से रोता था खुदा उसका। लाचाർ നിരാലംബരായ നിസ്സഹായകരായ ആളുകൾ. ചെഹരോം സെ, ചെഹർ ചെഹര മുഖം, ഫേസ്. ലാച്ചാറോം കെ ചെഹരോം സെ നിരാലംബരായ നിസ്സഹായകരായ ആളുകളുടെ മുഖം നോക്കി, രോതാഥ കരഞ്ഞിരുന്നു, ഖുദാ ഉസ്ക, ഖുദാ ദൈവം, ഉസ്ക അവരുടെ. അതായത് ലാച്ചാറോം കെ ചെഹരോം സെ രോതാഥ ഖുദാ ഉസ്ക, നിരാലംബരായ നിസ്സഹായകരായ ആളുകളുടെ മുഖം നോക്കി അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി, ഉസ്കെ ലിയെ ഖുദാ സെ രോതാഥ അവർക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞിരുന്നു. यानी അതായത് लाचार और बीमार लोगों को वो अच्छी तरह मदद करती थी. നിരാലംബരായ നിസ്സഹായകരായ പ്രത്യേകിച്ചും രോഗികളായ ആളുകൾക്ക് വേണ്ടി ഓ അവർ അച്ചി തര മദത് കർത്തി തി നല്ല പോലെ സഹായ സഹകരണങ്ങൾ ചെയ്തിരുന്നു. സാത് ഹി കൂടെ തന്നെ ഉൻ ലോകോം കെ ലിയെ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഹമേശ എപ്പോഴും ഖുദാസെ ദുആയെ കർത്തി തി പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു. ബച്ചോ അഗലാ शेर देखिए। रोशन थी अंधेरों में जो माम की सदाओं सी। क्या है रोशन? പ്രകാശം, രോഷ്നി. അന്ധേരോമേ ഇരുട്ടിൽ, അന്ധേര ഇരുട്ട്, അന്ധേരോമേ ഇരുട്ടുകളിൽ, ജോ ആരാണോ, മാം അമ്മ മദർ തെരേസ, മാം കി അമ്മയുടെ, സ്വതാവോം സി സ്വത ആവാസ് ശബ്ദം. രോഷൻ തി അന്ധേരോമേ ഇരുട്ടിലെ പ്രകാശമായിരുന്നു, മാം കി ജോ ആവാസ് അമ്മയുടെ ഓരോ വാക്കുകളും ഓരോ ശബ്ദവും ഇരുട്ടിലെ പ്രകാശമായിരുന്നു. യാനി അതായത് കൂരിരുട്ടത്ത് പ്രകാശം ലഭിക്കുന്ന ആ പ്രതീതിയായിരുന്നു അമ്മയുടെ ഓരോ വാക്കുകളും. അഗലാ शेर देखिए। वो प्यास के मंदिर में बरसात की मूरत थी. वो അവർ മദർ തെരേസ പ്യാസ് കെ മന്ദിർ മേ, പ്യാസ് ദാഹം, മന്ദിർ അമ്പലം, ബർസാത്ത് മഴ, മൂറത്ത് പ്രതിമ. देखिए वो प्यास के मंदिर में, മന്ദിർ അമ്പലം, ദാഹിച്ച് വലഞ്ഞ് വളരെ പ്രയാസങ്ങൾ സഹിച്ച് അമ്പലത്തിൽ പോകുന്ന ഭക്തന്
ബർസാത്ത് കി മൂറത്ത് ഥി. ദാഹിച്ച് വരഞ്ഞ ആളുകൾക്ക് എന്താ വേണ്ടത്? മഴയാണ്, വെള്ളമാണ്. ആ വെള്ളം നൽകുന്ന ബർസാത്ത് കി മൂറത്ത് ഥി, ആ മഴവെള്ളം നൽകുന്ന പ്രതിമയായിരുന്നു മദർ തെരേസ. समझा? वो भूख की मस्जिद में रोटी की इबादत थी. वो അവർ മദർ തെരേസ ഭൂക്ക് കി മസ്ജിദ് മേ, ഭൂക്ക് വിശപ്പ്, മസ്ജിദ് പള്ളി, റോട്ടി ഭക്ഷണം, ഇബാദത്ത് ആരാധന. वो भूख की मस्जिद में जो लोग भूखा प्यासा മസ്ജിദ് മേ ജാത്തെ ഹേ, വിശന്ന് പ്രയാസങ്ങൾ സഹിച്ച് പള്ളിയിൽ പോകുന്ന വിശ്വാസിയെ സംബന്ധിച്ച് റോട്ടി കി ഇബാദത്ത് തി, ഭക്ഷണമാകുന്ന അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്ന ആരാധിയായിരുന്നു മദർ തെരേസ. വിശപ്പും ദാഹവും സഹിച്ച് പള്ളിയിലും അമ്പലങ്ങളിലും പോകുന്ന വിശ്വാസികൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്ന ആരാധ്യയായിരുന്നു മദർ തെരേസ. देखिए आखिरी शेर, वो दर्द के गिरजा में इंसान की खिदमत थी. वो അവർ മദർ തെരേസ ദർദ് കെ ഗിരിജ മേ, ദർദ് വേദന, ഗിരിജ ക്രിസ്ത്യൻ ചർച്ച്, ഇൻസാൻ മനുഷ്യർ, ഖിദ്മത്ത് സേവനം. ദർദ് കെ ഗിരിജ മേ ജോ ലോഗ് ദർദ് സഹക്കർ ഗിരിജ മേ ജാത്തെ ഹെ. അതായത് ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങളും വേദനയും കഷ്ടപ്പാടുകളും സഹിച്ച് ഏതൊരു ഭക്തനാണോ ചർച്ചിൽ പോകുന്നത്, ഇൻസാനിക്ക് ഖിദ്മത്ത് തി, അത്തരം ആളുകളുടെ സേവികയായിരുന്നു മദർ തെരേസ. അത്തരം ആളുകൾക്ക് സേവനം ചെയ്യുന്ന ഒരു സേവികയായിരുന്നു മദർ തെരേസ. അതായത് ജീവിതത്തിൽ വേദനയും കഷ്ടപ്പാടും കാരണം പ്രയാസമനുഭവിക്കുന്ന പാവപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഒരു മനുഷ്യ സേവികയായിരുന്നു മദർ തെരേസ. അതായത് മദർ തെരേസ ഹിന്ദു മുസ്ലിം ഈസായി ജൈസെ തമാം ലോഗോं की मदद के लिए आगे आती थी. അവരുടെ ഒരു പ്രത്യേകത ഇതായിരുന്നു, മതപരമായ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും, അതായത് എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കണ്ടിരുന്നു. എല്ലാ വിഭാഗം ജനവിഭാഗങ്ങൾക്കും വേണ്ടി അവർ സഹായ സഹകരണങ്ങൾ ചെയ്തിരുന്നു. ഉൻകെ സാമനെ, അവർക്ക് മുമ്പിൽ സബ് ലോഗ് ബരാബർ ഥേ, എല്ലാ ആളുകളും തുല്യരായിരുന്നു. ഉനോംനെ അപ്പനി പൂരി ജിന്ദഗി, അവർ തൻ്റെ മുഴുവൻ ജീവിതവും ഇൻസാൻ കി ഭലായി, മനുഷ്യ നന്മക്കും, അവർ ഖിദ്മത്ത് കേലിയെ, സേവനത്തിനു വേണ്ടി വഖഫ് കർദി, ചെലവഴിച്ചു. അതായത് മദർ തെരേസ എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കണ്ടിരുന്നു. മതപരമായ ഒരു വിവേചനവും കാണിക്കാതെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുപോലെ കണ്ടിരുന്ന ഒരു സാമൂഹിക സേവിക തന്നെയായിരുന്നു മദർ തെരേസ.